വരുന്ന സാധനങ്ങൾ മൊത്തം പറക്കിയിട്ട് പെരയെ കൊണ്ടുപോയി വെച്ച് സഹായിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഈ പണിക്ക് നിൽക്കരുത്. നിങ്ങളൊന്ന് അന്നം തന്നെയല്ല തിന്നണം. അത് വേറെ നിങ്ങൾ സാധനം. അതും മലയാളീസ് ഈ പണിക്ക് നിൽക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്ലേറ്റ്മാൻ്റെ വീഡിയോയിൽ മൂപ്പര ഷോപ്പ് പെർഫ്യൂമിൻ്റെ ഷോപ്പ് വെള്ളം ഇപ്പം ഈ സാഹചര്യത്തിൽ വെള്ളം കയറിയിട്ട് മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ട് അലമ്പായിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ചാടി തന്നെ ഒരു ഷൂവിൻ്റെ ഷോപ്പ് ഡ്രസ്സിൻ്റെ ഷോപ്പ് കൊണ്ടുള്ളൂ. ഇതിന്ന് ഗ്ലാസ് പൊട്ടിയിട്ട് വെള്ളം കയറിയിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് കൂടുതൽ ഷൂ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോയില്ല. കുറച്ച് അപ്പുറം നിൽക്കുന്ന സാധനങ്ങൾ മൊത്തം ചാക്കിൽ കെട്ടി കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞാൽ അതും മലയാളീസ് 8ഉം 10ഉം ജോഡിയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു. ഇതൊക്കെ പറയുന്നത് നമ്മളെന്താ പറയുക, കുമ്പിട്ടാൽ കോണം വരെ അടിച്ചു പോകുന്ന ടീമുകൾ ഇട്ടാ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പം ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക പേർക്കും പണിയില്ല. എത്രയേ പേരെ ഓൾറെഡി ഇപ്പം എന്താ വെച്ചാൽ പണിയിൽ നിന്ന് നാട്ടിൽ പോയവരോട് ഇപ്പോൾ വരണ്ട, പിന്നെ വന്നാൽ മതി. ഒരുപാട് പേരെയൊക്കെയാണ് ഇപ്പോൾ മറ്റേ നിങ്ങളിപ്പോൾ ലീവിന് എടുത്തോളി, ഓൾറെഡി ലീവ് എടുത്തോളി, ഇയർലി ലീവ് എടുത്തോളി, നാട്ടിൽ പോയിക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പണിയില്ലാതെ അങ്ങനത്തെ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. നോർമൽ സെയിലൊക്കെ നമുക്കൊക്കെ 80%ഓളം സെയിൽ ഓൾറെഡി ഡൗൺ ആയിട്ട്, ഓൺലൈൻ സെയിലും ഇല്ല, ഷോപ്പ് സെയിലും കാര്യങ്ങളൊക്കെ 80%ഓളം കമ്മിയായി നിൽക്കുന്ന സമയമാണ്. എങ്ങനെയേ പിടിച്ച് നിൽക്കുകയാണ്. ഷോപ്പിൻ്റെ റെൻറ്റും ആ സ്റ്റാഫുകൾക്കുള്ള സാലറി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഫുഡിൻ്റെ പൈസയെങ്കിലും ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ പാടുണ്ടോ? ഇപ്പോൾ പ്ലേറ്റ്മാൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? മൂപ്പരുടെ ഷോപ്പിൽ ഓൾറെഡി വെള്ളം കയറിയിട്ടുണ്ട്. ഷാർജയിൽ ഓൾറെഡി വെള്ളം കയറിയിട്ട് മൂപ്പർക്കൊക്കെ നല്ല രീതിയിൽ നാശനഷ്ടമുണ്ട്. അതിൻ്റെ തൊട്ട് ചാരി വേറെ ഷോപ്പുകളിൽ ഗ്ലാസ് പൊട്ടിയിട്ട് അതിന്ന് ഷൂ കാര്യങ്ങൾ പുറത്ത് ചാടി എടുക്കണം. ആ സാധനം അടിച്ചു മാറി ചാക്കിലാക്കി കൊണ്ടുപോകണം. അത് മലയാളീസ് പച്ചക്കാലത്ത് നമ്മൾ ഒഴിവാക്കി വിട്ട്. പക്ഷെ മലയാളീസ് ഈ പണിക്ക് നിൽക്കാൻ പാടില്ല. ഇപ്പോഴത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ. ഇതിനൊക്കെ പകരം നിങ്ങൾ അന്നല്ലാതെ വേറെ എന്തെങ്കിലും തിന്നണതോ ഏറ്റവും ബെറ്റർ. അന്നം തിന്നണോ ഒരിക്കലും ഈ പണി എടുക്കില്ല. അത് 100%. ഇപ്പോൾ കക്കുന്ന കുമ്പിട്ട് നമ്മളെന്താ പറയുക, കുമ്പിട്ട് നിന്നാൽ കോണ അടിച്ചു മാറ്റി പോകുന്ന ടീം അറിയില്ല. അതേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സമയത്ത് ഈ സാലറി കൊടുക്കണം, സാലറിൻ്റെ ഒഴിവാക്കട്ടെ, റൂമിൻ്റെ ഈ ഷോപ്പിൻ്റെ റെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ്. പിന്നെ 3-4 ദിവസമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത പറ്റാത്ത സംഭവമായിട്ടാണ്. ഈ സമയത്ത് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുമോ. അപ്പോൾ ആ സമയത്ത് സഹായിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാൻ നിൽക്കരുതേ. കടയുടെ ഗ്ലാസ് പൊട്ടുമ്പോ അതിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോ എന്റെ പൊന്നു മച്ചാമര അത് പറക്കിയിട്ട് പെരേക്ക് പോവാതെ നിങ്ങൾക്കും അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സഹായിക്കിട്ടാ. ഈ കാണുന്ന ഷോപ്പിലല്ലേ, ഷൂവിന്റെ ഷോപ്പ്, ചെരുപ്പിന്റെ ഷോപ്പ്, ഡ്രസ്സിന്റെ ഷോപ്പിന്റെ ഒക്കെ ഗ്ലാസ് പൊട്ടിയിട്ട് സാധനങ്ങൾ പുറത്തേക്ക് പോയി. എല്ലാ പന്നിയാളും വന്നിട്ടുണ്ടല്ലോ മച്ചാന്മാരെ കവറിലും ചാക്കിലും വന്നിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോവുക. നമ്മള് കണ്ണിന്റെ മുന്നിൽ നോക്കി നിൽക്കുക. എടുക്കലേന്ന് പറയുമ്പോഴും അതിനൊരു പുല്ല് വില. കിട്ടിയ അവസരം ആ കടയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മൊത്തം പറക്കിയിട്ട് പെരയെ കൊണ്ടുപോയി വെച്ചേക്കുക. ആ എന്ത് കാട്ടാനങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എത്ര ചെരുപ്പ് ഇടും? ഇതൊക്കെ കൂടിയിട്ട് ആർക്ക് കൊടുക്കും? നിങ്ങൾ നാട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്ത് കച്ചവടം ഉണ്ടാക്കുക. ഏതാ അതൊരുത്ത അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ഉണ്ട്. അത് അവർ ഷോപ്പ് ഇട്ടതാ. അത് എന്താ പറയാ, നിർഭാഗ്യവശാൽ മഴ വന്ന് വെള്ളം കയറി അതിന് ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് വന്ന് ആ കിട്ടിയ അവസരത്തിൽ അതൊക്കെ കൂടി പറക്കിയിട്ട് കൊണ്ടുപോയല്ല ചെയ്യേണ്ടത്. നാളെ മറ്റൊന്ന് നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരും. അത് മനസ്സിലാക്കി. അല്ലാണ്ട് ഒരുത്തൻ ചാഞ്ഞ് കെടുക്കുമ്പോ അല്ലെങ്കിൽ ഒരുത്തൻ തളർന്ന് കെടുക്കുമ്പോ അവന്റെ മേല് ചവിട്ടി കൂട്ടിയല്ല. കിട്ടിയ അവസരത്തിൽ എല്ലാം കൂടിയിട്ട് പറക്കി കൊണ്ടേക്കുക, ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോവുക. കണ്ണിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് എടുക്കലെന്ന് പറയുമ്പോ അതിനൊരു പുല്ല് വില തരിക. എന്നിട്ട് അതൊക്കെ പറക്കി കൊണ്ടുപോവുക. ഒന്ന് ആലോചിച്ച് നോക്കും. ഇവരൊക്കെ ഇവരൊക്കെ ചിന്ത എന്താന്ന് ആലോചിച്ച് നോക്കും നിങ്ങള്. കഷ്ടം കിട്ടാ. വല്ലാത്ത ജാതി ആൾക്കാരെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആ ഷൂവിന്റെ ഷോപ്പിന്റെ ഡ്രസ്, ഷൂ, ചെരുപ്പ് ഒക്കെ പൊട്ടി ഗ്ലാസ് അതിനൊക്കെ പറക്കിയിട്ട് കൊണ്ടേക്കുക. വലിയ സ്വന്തക്കാരെ കടയിൽ നിന്ന് എടുത്തോണ്ട് പോലെ ഓയാണ് അവിടുന്ന് പന്നിയാളെ. വലിയ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളെ അസുഖം എപ്പോഴാ വിട്ടെന്നുള്ള പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. നമ്മളെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മളിവിടെയൊക്കെ തന്നെ അടിച്ചതറട്ടെ.